ഓക്കെ, ഒരു 2 ജേണൽ ഫൈൻഡറും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ ജേണൽ ഫൈൻഡേഴ്സിനെ പറ്റിയുള്ള ആ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ. ഓക്കെ, അപ്പൊ ഇവിടെ കാണാൻ പറ്റും. ഇത് എനാഗോ ഓപ്പൺ ആക്സസ് ജേണൽ ഫൈൻഡർ. അപ്പൊ ഗൂഗിളിൽ പോയിട്ട് എനാഗോ ENAGO ജേണൽ ഫൈൻഡർ എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു. ആ സമയത്ത് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണിത്, ഒരു വെബ്സൈറ്റ് ആണിത്. അപ്പൊ ആ വെബ്സൈറ്റ് കിട്ടി. ഇത് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അപ്പോ ഇവിടെ പ്ലീസ് എൻ്റർ അബ്സ്ട്രാക്ട് ടു ഫൈൻഡ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് ഇംഗ്ലീഷ് ജേർണൽസ് ഫോർ യുവർ പേപ്പർ. അവിടെ നിങ്ങളുടെ അബ്സ്ട്രാക്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ ID എന്ന് അടിച്ചു കൊടുക്കുക. ഇവിടെ ഫൈൻഡ് ജേർണൽ എന്ന് ക്ലിക്ക് ചെയ്താൽ ആ അബ്സ്ട്രാക്റ്റിനോട് യോജിച്ച ജേർണൽസ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇത് നമ്മൾ ജേർണൽ ഫൈൻഡ് ചെയ്യണേ. ഇത് ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെയർ. ഇത് എങ്ങനെ വന്ന് നോക്കുക. ഓക്കെ, ഇപ്പൊ എന്തായാലും കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതൊരു ജേണൽ ഫൈൻഡർ ആണ്. ഓപ്പൺ ആക്സസ് ജേണൽസ് കേട്ടോ. ഓപ്പൺ ആക്സസ് ജേണൽസ് കണ്ടുപിടിക്കാനുള്ള ഒരു ജേണൽ ഫൈൻഡർ ആണ്. എനാഗോ ജേണൽ ഫൈൻഡർ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്, വെബ്സൈറ്റ് ആണിത്. ഇവിടെ അബ്സ്ട്രാക്ട് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ID, ഏത് ഇമെയിൽ ID ആണോ ഉപയോഗിക്കുന്നത് അടിച്ചു കൊടുക്കുക. ഫൈൻഡ് ജേണൽ എന്നടിക്കുക. അപ്പൊ അത് കിട്ടും. ഇനി ഇതുപോലെ മറ്റൊരു ജേണൽ ഫൈൻഡർ ഉണ്ട്. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് ജേണൽസ്, അനുയോജ്യമായ ജേണൽസ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് ജേണലിൽ പബ്ലിഷ് ചെയ്യാനും പറ്റും. അപ്പൊ ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാം. ഷെയർ കറക്റ്റ് ആയിട്ടില്ല തോന്നുന്നു. അപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഷെയർ. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇതൊരു ഓപ്പൺ ആക്സസ്, ഭൂമിയിലത്തെ ഏറ്റവും അധികം ഓപ്പൺ ആക്സസ് ജേണൽസ് ഇൻഡെക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് DOAJ. അപ്പൊ DOAJയുടെ പ്ലാറ്റ്ഫോമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്നുണ്ട് ടൈറ്റിലോ കീവേഡ്സോ സബ്ജക്റ്റോ ISSNO പബ്ലിഷറോ ഏതെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജേണൽസും കിട്ടും. പിന്നെ ആ ജേണലിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ സബ്മിറ്റ് പേപ്പർ അത് ക്ലിക്ക് ചെയ്തിട്ട് ഗൈഡ് ലൈൻസ് മനസ്സിലാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സബ്ജക്റ്റ് വെച്ചാണ് സെർച്ച് ചെയ്യുന്നത്. കോമേഴ്സ് ഒന്ന് അടിച്ചു കൊടുത്തു. ആ സമയത്ത് കണ്ടോ 827 ഇൻഡെക്സ് ജേണൽസ് കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കോമേഴ്സ് ജേണൽസ് ഉണ്ട്. അപ്പോ അതിൽ 83 പേജ് ഉണ്ട്. ഓരോ ജേണലിന്റെ വെബ്സൈറ്റിൽ പോകാനും ഇഷ്ടമുള്ള ജേണൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ജേണൽ ഫൈൻഡേഴ്സ് അവൈലബിൾ ആണ്. ഇന്നലെ നമ്മൾ സ്കോപ്പസിന്റെ ജേണൽ ഫൈൻഡർ കണ്ടു. അപ്പൊ അതിൽ അനുയോജ്യമായ ജേണൽ ഫൈൻഡർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ് ഷെയർ.